വി.ഡി. സതീശൻ സർക്കാർ അധികാരം ഏറ്റെടുത്തിട്ട് ഇന്നേക്ക് 19 ദിവസങ്ങൾ പിന്നിടുകയാണ്. കേരളത്തിന്റെ ഭരണരംഗത്ത് വലിയൊരു ഉണർവാണ് പ്രകടമാകുന്നത്. സാമ്പത്തിക പ്രതിസന്ധികളുടെയും വികസന വെല്ലുവിളികളുടെയും വലിയൊരു മലനിര തന്നെ മുന്നിലുണ്ട് എങ്കിലും വളരെ വ്യക്തമായ ലക്ഷ്യങ്ങളോടെയും അതിവേഗത്തിലുമുള്ള തീരുമാനങ്ങളിലൂടെയും ഈ സർക്കാർ തന്റെ സാന്നിധ്യം ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു. അധികാരം ഏറ്റെടുത്ത ആദ്യ ദിനങ്ങളിൽ തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന കാര്യങ്ങളിൽ സർക്കാർ കാണിച്ച വേഗത ഏറെ പ്രശംസ പിടിച്ചു പറ്റുന്നതാണ്. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന പ്രഖ്യാപനം അതിന് തെളിവാണ്. ഇതൊരു സൗജന്യ സേവനം എന്നതിലുപരി തൊഴിലിടങ്ങളിലേക്കും മറ്റും യാത്ര ചെയ്യുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് നൽകുന്ന വലിയൊരു ആശ്വാസവും അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്കുള്ള ചുവടുവയ്പുമാണ്. ഇതിനോട് ചേർത്തു തന്നെ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യരംഗത്തെ നട്ടെല്ലായ ആശാപ്രവർത്തകരുടെ കാര്യമാണ്. വർഷങ്ങളായി തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടിക്കൊണ്ടിരിക്കുന്ന ആശാപ്രവർത്തകരുടെ ഓണറേറിയം 12,000 രൂപയായി ഉയർത്താൻ സർക്കാർ കാണിച്ച ഇച്ഛാശക്തി ഈ മേഖലയിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കും. വരും വർഷങ്ങളിൽ ഘട്ടം ഘട്ടമായി 21,000 രൂപയാക്കി ഉയർത്തുമെന്ന ഉറപ്പ് അവർക്ക് നൽകുന്ന കരുത്ത് ചെറുതല്ല. ഇതിനോടൊപ്പം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ആഭ്യന്തര വകുപ്പിൽ നടപ്പിലാക്കുന്ന നടപടികളാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ക്രമസമാധാന പാലനത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാടിലാണ് സർക്കാർ. ഇതിന്റെ ഭാഗമായി ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിലുള്ള നടപടികൾ ഇതിനോടകം തന്നെ മയക്കുമരുന്ന് മാഫിയയ്ക്ക് വലിയ ഭീഷണിയായി മാറുകയാണ്. സംസ്ഥാനത്തെ ക്രിമിനൽ ലിസ്റ്റിലുള്ളവരെയും ലഹരി കടത്തുകാരെയും ലക്ഷ്യമിട്ട് ജില്ലകൾ തോറും പ്രത്യേക സ്ക്വാഡുകളെ വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 19 ദിവസത്തിനുള്ളിൽ 100 കണക്കിന് കേസുകൾ ഓപ്പറേഷന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. രാഷ്ട്രീയ ഇടപെടലുകൾ പൂർണ്ണമായും ഒഴിവാക്കി പോലീസിന് കുറ്റവാളികളെ പിടികൂടാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്നത് ജനങ്ങളിൽ വലിയൊരു ആത്മവിശ്വാസം വളർത്തുകയാണ്. സൈബർ ഇടങ്ങളിലെ ലഹരി വിപണനം തടയാൻ പ്രത്യേക സെൽ രൂപീകരിച്ചതും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ സംവിധാനം സജീവമാക്കിയതും ഈ ഓപ്പറേഷന്റെ വിജയത്തെ അടിവരയിടുന്നു. ഈ മാറ്റങ്ങൾക്കൊപ്പം തന്നെ ഭരണത്തിന്റെ മറ്റു തലങ്ങളിലും വലിയ ചലനങ്ങൾ നടക്കുന്നുണ്ട്. വയോജനങ്ങളുടെ ഒറ്റപ്പെടൽ ഒഴിവാക്കാനും അവരുടെ ക്ഷേമത്തിനുമായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനുള്ള തീരുമാനം നമ്മുടെ സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സർക്കാരിന്റെ കരുതൽ വ്യക്തമാക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ തൊഴിലധിഷ്ഠിത പാഠ്യപദ്ധതികൾ കൊണ്ടുവരാനും ജില്ലാ തലങ്ങളിൽ അധ്യാപക അദാലത്തുകൾ നടത്തി പരാതികൾ തീർപ്പാക്കാനും സർക്കാർ ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഫലപ്രദമാണ്. ആരോഗ്യ മേഖലയിലും കാര്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. വ്യവസായ രംഗത്ത് സിംഗിൾ വിൻഡോ സംവിധാനം ശക്തിപ്പെടുത്തിയും പ്രവാസികൾക്കായി പ്രത്യേക സെല്ലുകൾ രൂപീകരിച്ചും നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഒരുക്കാനും സർക്കാർ മുൻകൈ എടുക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഒരു വലിയ വെല്ലുവിളിയാണെന്നിരിക്കെ സർക്കാർ തന്നെ തുറന്നു സമ്മതിക്കുന്നു ഇക്കാര്യം. പക്ഷേ ഡിജിറ്റൽ ഗവേണൻസിലൂടെ ഓഫീസുകൾ കൂടുതൽ സുതാര്യമാക്കിയും നികുതി പിരിവ് കാര്യക്ഷമമാക്കിയും ഈ പ്രതിസന്ധിയെ മറികടക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്.